നമ്മുടെ വീട്ടിലേ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഇല്ല കേട്ടോ. ഓരോന്നും അതിൻ്റെ സീസൺ അനുസരിച്ച് നമുക്ക് നിറച്ച് കിട്ടും. ഇപ്പോൾ ഇത് റംബുട്ടാനാണ്. പഴങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം റംബുട്ടാനാട്ടോ. ഇത് സൂപ്പർ സാധനമാണ്, ഒരു കേടുപോലുമില്ല. ഇപ്പം ഞാൻ പറിച്ചെടുത്തതാണ്. പിന്നെ കിളികൾക്കും അണ്ണാന്മാർക്കും ഇത് നല്ലൊരു ആഹാരവും കൂടിയാണ്. പഴങ്ങൾ മാത്രം പോരല്ലോ, നമുക്ക് കൂട്ടാൻ വെക്കാനുള്ള സാധനങ്ങൾ കൂടി എടുക്കണ്ടേ. ഇത് നമുക്ക് തോരൻ വയ്ക്കാം. ഇത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴ കേട്ടോ. ഇത് വലിയ കൊലയായിട്ടുണ്ടാകും, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, പഴുത്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മുഴുവൻ പഴുക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ തൊട്ട് അപ്പം നമുക്ക് ഒരു കൊല കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം റംബുട്ടാൻ പഴുത്ത് കിടക്കുക കേട്ടോ. ഇല കാണത്തില്ലാത്ത രീതിയിൽ നിറയെ നിൽക്കുകയാണ്. അതുകൊണ്ട് കാക്കകളും കിളികളും പിന്നെ അണ്ണാന്മാരും ഇവിടെ സ്ഥിരം സന്ദർശകരാണ്. സന്ദർശകരല്ല, ഇവിടെ തന്നെയാണ് അവരുടെ വാസവും. അവർക്ക് ആവശ്യത്തിനുള്ളതേ അവരായിട്ട് എടുക്കുന്നുണ്ട്, നമ്മളും കുറച്ചെടുത്തേക്കാം. നല്ല പഴുത്ത റംബുട്ടാനാട്ടോ. ഒറ്റ കൊലയായിട്ട് തന്നെ കിട്ടിയ അത്രയും നല്ലത്. ഇതിനകത്ത് കരിഞ്ഞതുകൊണ്ട് ഇതങ്ങ് കളയാം. ബാക്കി ഇതൊക്കെ നല്ല പഴുത്തതാണ്. ഇതേ നമ്മളിപ്പോൾ പറിച്ചെടുത്തതാണ്. പക്ഷെ ഇതിനകത്ത് ഇത് ഒരെണ്ണം അണ്ണാൻ കൊണ്ടുപോയി കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് കിട്ടും. ഇപ്പം ഇത്രയും കിട്ടി, ഇനിയും പറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പറിച്ചെടുത്താണേ ഇത്രയും റംബുട്ടാന്. നമ്മുടെ ആ തോട്ടി വെച്ചാണ് ഞാൻ ഈ പറിക്കുന്നത് മുഴുവനും. പിന്നെ കുറേ നമ്മളെടുക്കും, ബാക്കിയെല്ലാം നമ്മുടെ അണ്ണാന്മാരും കിളികളും ഒക്കെ കൊണ്ടുപോകും. അപ്പോളേ ജൂണായി, മഴയായി. എത്രയൊക്കെ മഴ വന്നാലും നമ്മുടെ പറമ്പിൽ നമുക്ക് ആവശ്യത്തിനുള്ള കൂട്ടാൻ വെക്കാനും കറിക്കും പഴങ്ങളും അങ്ങനെ എല്ലാം കാണും. ഇവനാണേ നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴക്കൊല. നല്ല അടിപൊളി സാധനം കേട്ടോ, വലിയ കൊലയാണ്. ഇത് റോബസ്റ്റ ഇനത്തിൽപ്പെടുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ ഡ്രോബാക്ക് ഉള്ളത്, പഴുത്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കംപ്ലീറ്റ് മുഴുവനായിട്ട് പഴുക്കും. അപ്പം നമ്മുടെ ഇവിടെ ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് ഒന്നിച്ച് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പഴുക്കുന്നതിന് മുമ്പ് തന്നെ ഇവനെ പതുക്കെ നമ്മൾ എടുത്തു തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ അടി തൊട്ട് നമ്മൾ തോരനങ്ങി എടുക്കും. അപ്പം തോരനായി, പിന്നെ ഒരു ദിവസം പൊതയനായി, അങ്ങനെ പല ദിവസങ്ങളായി വരുമ്പോഴത്തേക്കുവേ ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഇവൻ പഴുത്തിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു കൊലയുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേക്ക് കറികൾക്കും എടുക്കാം, സെയിം ടൈം പഴുപ്പിച്ച് ലാസ്റ്റ് എടുക്കാനും പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പടല അങ്ങ് എടുക്കാം. അപ്പോളേ ഈ വാഴക്കൊല അതേപടി നിർത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പടല എടുക്കുന്നത്. അപ്പം അടിയിലത്തെ പടല അങ്ങ് എടുക്കാം. നമ്മൾ ഈ കൊല വെട്ടൂല, ലാസ്റ്റ് വരെ ഇങ്ങനെ നിർത്തിയിരിക്കും. വെട്ടിക്കഴിഞ്ഞാലേ ഇപ്പം പെട്ടെന്ന് പഴുത്തു പോകും. യെസ്, നല്ല ഒരു പടലയായി. ഇതൊരു 2-3 ദിവസത്തേക്ക് നമുക്ക് അടുക്കളയിൽ കുശിയാണ്. ഇത് തോരനായിട്ടും എഴുക്കുവരട്ടിയായിട്ടും ഒക്കെ ഇനി ടേബിളിലെത്തും കേട്ടോ. ഇവൻ ബാക്കിയുള്ളത് ഇവിടെ നിന്നോട്ടെ, നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. കൃത്യം മഴ ഇല്ലാത്ത സമയം നോക്കി ഞാൻ ഇറങ്ങിയതാണേ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാനായിട്ട്. സോ ഇപ്പോൾ റംബുട്ടാനായി, വാഴയ്ക്കയായി, ഇനിയുണ്ട് പല സാധനങ്ങളും നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കാനുണ്ട്. മഴയില്ലാത്ത സമയത്തല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ബാക്കി കൂടി എടുക്കാം. വാ. ഇപ്രാവശ്യമേ നമ്മുടെ സാലഡ് കുക്കുംബർ ഈ ലവലോലിയിൽ കയറ്റിയാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ടിതേ നിറച്ച് കായാണ് കേട്ടോ. ഇവർക്ക് പടർന്ന് പന്തലിക്കാൻ നമ്മളൊരു വഴി കാണിച്ചു കൊടുത്താൽ ഇവർ തന്നെ അങ്ങ് കയറിപ്പോക്കോളും. പിന്നെ നമ്മൾ ഇവരുടെ കാര്യം ഓർക്കുകയേ വേണ്ട. എത്ര എണ്ണാണെന്നറിയാമോ? ഇതിനിടയ്ക്കെല്ലാം കിടക്കുകയാണ്. ഇപ്പം തന്നെ നമുക്ക് 3 എണ്ണത്തിനെ കിട്ടി. ഇനിയും കൊണ്ട് പറിച്ചെടുക്കാൻ നോക്കാം. ഇവിടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുകളിൽ കൂടിയാണ് ഇവൻ വളർന്നു വന്നത്. അയ്യോ, മുള്ളു കൊള്ളും. അപ്പോൾ അതൊക്കെ നമുക്കിതിനെ കൂടെ പറിച്ചെടുക്കാം.
ഇവിടെയുണ്ട് കേട്ടോ. എവിടെ തിരിഞ്ഞ് നോക്കിയാലും കാകൾ തന്നെയാണ്. പിന്നെ ചിലതൊക്കെ കുറച്ച് മുരടിച്ച് പോയിട്ടുണ്ട്, ചെറിയ സൈസാണ്. പക്ഷേ ഒരു 80% നല്ല വലിയ കായ്കളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഇലയുടെ ഇടയ്ക്കായിട്ടേ ഇതേ ആരും കാണാതെ ഒരുത്തൻ ഒളിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇതിലൊന്നും ഒരു പുഴു പോലും കുത്തിയിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് കുപ്പിയൊന്നും കെട്ടിക്കൊടുത്തില്ല. ഞാൻ ചെയ്ത കാര്യങ്ങളെ എന്തൊക്കെയാണെന്ന് പറയാം. ഇത്രയൊക്കെ നമ്മളൊന്ന് കെയർ കൊടുത്താൽ മതി, ഇവരിതുപോലെ കായ തരും. ഇതേ നമ്മുടെ പച്ച ബ്രിഞ്ചോളാണ്, കണ്ടോ? അപ്പോൾ ഇതേ ഇവനും മൂത്ത് നിൽക്കുക, അങ്ങെടുത്തേക്കാം. ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സ്വന്തം വിത്തുകൾ പാകി നമ്മൾ മുളപ്പിച്ചെടുക്കുന്ന ഈ വിത്തുകളൊക്കെ നമ്മൾ ആകെ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. പിന്നെ അതിൽ നിന്ന് തന്നെ നല്ലൊരു കാ സൂക്ഷിച്ച് വെച്ച് നമുക്ക് വിത്താക്കിയെടുക്കാം. അങ്ങനെ എടുത്ത് പാകി തൈകളാക്കി മുളപ്പിച്ചെടുത്ത് വെച്ചതാണ് ഇതെല്ലാം. ഒരു കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട്. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ വാളരിപ്പയറിൻ്റെ ചെറുത്. അവരെ പറിക്കണമെങ്കിൽ നമ്മളൊന്ന് കുനിഞ്ഞിരിക്കണം. ഇവിടെ നമ്മുടെ നിൽക്കുന്ന വെളുത്തവന്മാരാണ്, നല്ല വെള്ള ബ്രിഞ്ചോളാണ്. അപ്പം അതും പറിച്ചേക്കാം. ഒരു മഴയുടെ ഇടവേളയിലേ ഓടി വന്ന് വിളവെടുത്താണ് ഇത്രയും സാധനങ്ങൾ. ഇതേ വാഴയ്ക്ക മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നല്ലപോലെ കറ ചാടുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അതിനകത്ത് കൊട്ടയിലൊരു പേപ്പർ വിട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ വാഴയ്ക്ക നാളത്തേക്ക് തോരനും കറിയൊക്കെ വെക്കാനുണ്ട്. പിന്നെ സാലഡ് കുക്കുംബറുണ്ട്, പിന്നെ ബ്രിഞ്ചോളുണ്ട്, പിന്നെ ഇതാണ്ട് നമ്മുടെ വാളരിപ്പയറുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് വരുമ്പോൾ ഇതാണ്ട് നമ്മുടെ റംബുട്ടാനും ഉണ്ട്. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് പറയണത്.